സ്ഥലം മാറ്റം പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് പാലക്കാട് നിന്ന് വയനാട്ടിലേക്ക് സ്ഥലം മാറ്റപ്പെട്ട DMO TV റോഷ്. കോളറ സ്ഥിരീകരിച്ചതിലെ ആശയക്കുഴപ്പമാണ് സ്ഥലം മാറ്റത്തിന് കാരണമെന്നാണ് വാർത്തകൾ. എന്നാൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് കരുതുന്നില്ലെന്ന് ഡോക്ടർ റോഷ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ആരോഗ്യമന്ത്രി താക്കീത് നൽകിയിരുന്നുവെന്നും TV റോഷ് പറഞ്ഞു. തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് സ്ഥലം മാറ്റ ഉത്തരവ് വന്നത്. ഓങ്ങല്ലൂർ ലക്കിടിപ്പേരൂർ സ്വദേശികളായ 2 പേർക്ക് കോളറ സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി K. മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്നാൽ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഇവർക്ക് കോളറയില്ലെന്നും പരിശോധനാഫലം നെഗറ്റീവാണെന്നും DMO റോഷ് വ്യക്തമാക്കുകയായിരുന്നു. മന്ത്രിയെ തിരുത്തിയ DMOയുടെ നടപടി വിവാദമാകുകയും പ്രതിപക്ഷം ഏറ്റുപിടിക്കുകയും ചെയ്തിരുന്നു. DMOയുടെ വിശദീകരണത്തിന് പിന്നാലെ ആരോഗ്യവകുപ്പ് മന്ത്രി പ്രസ്താവന തിരുത്തി. തൊട്ടു പിന്നാലെയാണ് ഡോക്ടർ TV റോഷനെ വയനാട്ടിലേക്ക് സ്ഥലം മാറ്റിയത്. ഇന്ന് രാവിലെ റിലീവ് ചെയ്യും. ജോയിനിങ് ടൈം എടുത്തിട്ടായിരിക്കും റിലീവ് ചെയ്യുന്നത്. അടുത്ത ആഴ്ച ജോയിൻ ചെയ്യുന്നു. അതെ. പ്രത്യേകിച്ച് അങ്ങനെ ഒരു സൂചനകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല, ഭരണപരമായുള്ളൊരു തീരുമാനമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്. അത് സർക്കാരിൻ്റെ ഒരു തീരുമാനം അംഗീകരിക്കുന്നു അത്രയും. അങ്ങനെ തോന്നുന്നില്ല. നമ്മൾ സംസാരിച്ചതാണ്, മിനിസ്റ്റർ ഓഫീസായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അത് പറഞ്ഞ് തീർത്തൊരു കാര്യമായിരുന്നു. നമ്മുടെ ഒരു എന്താ പറയുക, പേഴ്സണൽ കാര്യങ്ങൾ അതിൽ ഒരു ജോലിയുടെ കാര്യത്തിൽ ഒരു ബാധിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും എവിടെയായാലും പോയി വർക്ക് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. ഇല്ല, ട്രാൻസ്ഫർ റിക്വസ്റ്റ് ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ അടുത്ത തിങ്കളാഴ്ച ജോയിൻ ചെയ്യാനുള്ള ഉദ്ദേശം ഇല്ല. അതിൻ്റെ പിറ്റേ ദിവസം കോഴിക്കോട് മീറ്റിങ്ങിൽ മിനിസ്റ്ററായിട്ട് നേരിട്ട് സംസാരിച്ചിരുന്നു. ആ വിഷയം അങ്ങനത്തെ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൊരു താക്കീത് അദ്ദേഹം തന്നിട്ടുണ്ടായിരുന്നു. ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ വേണം എന്നുള്ള രീതിയിലാണ് മിനിസ്റ്റർ എന്ന് സംസാരിച്ചിരുന്നത്. അത് നമ്മൾ എൻ്റെ മിനിസ്റ്റർ ഓഫീസായിട്ട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് വേണം ബാക്കി കാര്യങ്ങളെല്ലാം മീഡിയ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള നിർദ്ദേശമാണ് തന്നിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു. അന്നെന്ന് വെച്ചാൽ എന്താ പറയുക, എൻ്റെ അടുത്ത് പേഴ്സണലി വിളിച്ച് ചോദിച്ചതാണല്ലോ പെട്ടെന്ന്. മീഡിയക്കാർ വിളിച്ച് ചോദിച്ചാണ് കോളറ സ്ഥിരീകരിച്ചിരുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അറിവിൽ അപ്പോൾ ഇല്ല എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചിരുന്നത്. അല്ലാതെ എന്താ പറയുക, അങ്ങനെ മിനിസ്റ്ററെ നിഷേധിക്കുന്ന രീതിയിലുള്ളൊരു കാര്യമായിരുന്നില്ല. ഞാൻ മിനിസ്റ്ററാണത് പറഞ്ഞതെന്ന് എനിക്കറിയില്ലായിരുന്നു ആ സമയത്ത്. വെച്ചാൽ അതിൽ 2 കാര്യങ്ങളുണ്ടായിരുന്നു. അതിലെന്ന് വെച്ചാൽ ഒരു 2 ടെസ്റ്റ് ഉണ്ട്. അതിൽ ഒരു പ്രാഥമിക ടെസ്റ്റ് പോസിറ്റീവ് എന്നുള്ളൊരു റിപ്പോർട്ട് നമ്മൾ മിനിസ്റ്റർ ഓഫീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിലായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കും അങ്ങനെ കോളറ സ്ഥിരീകരിച്ചു എന്നുള്ളത്. അപ്പോൾ അതാണ് ഫൈനൽ റിപ്പോർട്ട് ആയിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ നിലവിൽ സ്ഥിരീകരിച്ചില്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞിരുന്നത്. UTV ന്യൂസ്, പാലക്കാട്.